നമസ്കാരം. കേന്ദ്രം പലതും കേരളത്തിന് നിഷേധിക്കുന്നു എന്ന് പഴിചാരുന്ന LDF സർക്കാർ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടക നൽകുന്നതിനായി ട്രഷറി നിയന്ത്രണം വരെ മാറ്റി 2.4 കോടി രൂപ ചെലവഴിച്ചു. അതേസമയം സംസ്ഥാനത്തെ 11 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടന്നുപോകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. കൈത്തറി സംഘങ്ങൾക്കും സ്പിന്നിംഗ് മില്ലുകൾക്കും കോടികളാണ് സർക്കാർ നൽകാനുള്ളത്. കൂടാതെ പാവപ്പെട്ടവരുടെയും അവശരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങളായി. മുൻപ് പെൻഷൻ മുടങ്ങിയപ്പോൾ അടിമാലി സ്വദേശി മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയത് വിവാദമായ സമയത്ത് ഏതാനും മാസം സാമൂഹ്യ പെൻഷൻ നൽകി സർക്കാർ മുഖം രക്ഷിച്ചിരുന്നു. അതേ പെൻഷനുകളാണ് ഇപ്പോൾ വീണ്ടും മുടങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 11 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് തന്നെ പറയുന്നു. സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കോട്ടയം യൂണിറ്റ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന നിലയിലാണ് എന്ന് വ്യവസായ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സ്കൂൾ യൂണിഫോം തയ്യാറാക്കിയതിന്റെ കുടിശ്ശിക കൈത്തറി സംഘങ്ങൾക്ക് 18 കോടി രൂപയും സ്പിന്നിംഗ് മില്ലുകൾക്ക് 5.64 കോടി രൂപയും നൽകാനുണ്ട്. സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എടരിക്കോട്, കോട്ടയം യൂണിറ്റുകൾ, സീതാറാം ടെക്സ്റ്റൈൽസ്, തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ, മലബാർ സഹകരണ സ്പിന്നിംഗ് മിൽ, ഓട്ടോകാസ്റ്റ്, ട്രാവൻകൂർ സിമെന്റ്സ്, ബാംബു കോർപ്പറേഷൻ, ട്രാക്കോ കേബിൾ കമ്പനി, സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ, കേരള ഓട്ടോമൊബൈൽസ് എന്നിവയാണ് പ്രതിസന്ധിയിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. 16 ക്ഷേമനിധി പെൻഷനുകളാണ് മുടങ്ങിയത്. ഇവയിൽ പ്രധാനപ്പെട്ടത് പാവപ്പെട്ടവർക്ക് നൽകുന്ന സാമൂഹ്യ പെൻഷനാണ്. മാസം വെറും 1600 രൂപ. പെൻഷനുകൾ നൽകാൻ സർക്കാരിന് വേണ്ടത് 5000 കോടി രൂപയാണ്. സർക്കാരിന്റെ കൈവശം കാശില്ലാതായതോടെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസം 6 ആയി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 വർഷമായി. ആഭരണ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ എന്നിവരുടെ പെൻഷനുകളുടെ കാര്യവും വ്യത്യസ്തമല്ല. കൈത്തറി ബീഡി തൊഴിലാളികളുടെയും ഖാദി തൊഴിലാളികളുടെയും ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷന് മാസം 900 കോടി രൂപയും ക്ഷേമനിധി പെൻഷനുകൾക്ക് മാസം 90 കോടി രൂപയുമാണ് വേണ്ടത്. സാമൂഹ്യ പെൻഷൻ നൽകാനെന്ന പേരിൽ മദ്യത്തിനും ഇന്ധനത്തിനും സർക്കാർ സെസ് ഏർപ്പെടുത്തിയിരുന്നു. ഈ സെസ് വഴി 2023 നവംബർ വരെ പിടിച്ചത് 740 കോടിയാണ്. പക്ഷേ ഇത് ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടില്ല. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, 50 കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ, കാർഷിക പെൻഷൻ തുടങ്ങിയവയാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ. ഇവയെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. പല പെൻഷനുകളും 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിലേതാണ് മാർച്ചിൽ വിതരണം ചെയ്തത്. ക്ഷേമനിധി പെൻഷൻ നൽകാൻ തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും സർക്കാർ അംശാദായവും വാങ്ങുന്നുണ്ട്. ഈ പണം നിരന്തരം വകമാറ്റുകയാണ്. അതിനാലാണ് 16 ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിയിരിക്കുന്നത്.